കാഞ്ഞങ്ങാട് കോളിയങ്കാലിൽ അപ്രതീക്ഷിതമായി വീടിന്റെ മേൽക്കൂര തകർന്നടിഞ്ഞു. അകത്തുണ്ടായിരുന്ന കുഞ്ഞുങ്ങളും മാതാവും അത്ഭുതകരമായാണ് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത്. ശനിയാഴ്ച ഉച്ചയോടെയാണ് സംഭവം. This news sponsored by Forever for everyone. Shobhika Weddings, Big Mall, Kanyanad, Kozhikode, Koilandi and Kutyadi. കോളിയങ്കാൽ സ്കൂളിന് സമീപത്തെ പുത്തങ്കൈ ഹൌസിലെ ആസിയയുടെ വീടാണ് തകർന്നത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 2:30 സംഭവം. ഓടുവിരിച്ച വീടിന്റെ മേൽക്കൂര മൊത്തമായും തകർന്നടിയുകയായിരുന്നു. ഈ സമയം ആസിയയുടെ മകൾ ആബിദയും കുഞ്ഞുങ്ങളും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. ഇവർ അത്ഭുതകരമായാണ് പരിക്കുകളൊന്നുമേൽക്കാതെ രക്ഷപ്പെട്ടത്. സംഭവം നടക്കുമ്പോൾ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. പെങ്ങളും അവളെ കുട്ടികളും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. കുട്ടികൾ സൗണ്ട് കേട്ടിട്ട് ഒച്ചവിളി കേട്ടപ്പോൾ അടുക്കളയിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അവൾ കുട്ടികളെയും കൊണ്ട് അത്ഭുതകരമായി പുറത്തേക്ക് ഓടി രക്ഷപ്പെടുകയുണ്ടായി. പുറത്ത് നിന്നിട്ട് നമ്മളെ വിളിച്ചപ്പോൾ എല്ലാവരും വന്ന് നോക്കുമ്പോൾ വീട് ഫുള്ള് തകർന്ന നിലയിലാണ് നമ്മൾ കാണപ്പെട്ടത്. പിന്നെ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ട്. സാമ്പത്തികമായിട്ട് നമുക്ക് വളരെ പിന്നോട്ടുള്ള ആൾക്കാരാണ്. ഇതിന് പുതുമോടി ചെയ്യാനൊന്നും പറ്റൂല. പൊളിച്ച് വീടുണ്ടാക്കേണ്ട തന്നെ വേണം. വീടിന്റെ പകുതിയോളം ഭാഗത്ത് മച്ചുണ്ട്. തകർന്ന മോന്തായവും കഴുക്കോലുകളും ഓടുമെല്ലാം ഇതിന്മേൽ തങ്ങി നിന്നതിനാലാണ് ആളപായം ഒഴിവായത്. ആസിയയും മകൻ നൌഷാദും മറ്റൊരു മകളുടെ വീട്ടിലേക്ക് പോയിരുന്ന നേരത്തായിരുന്നു തീർത്തും അപ്രതീക്ഷിതമായ അത്യാഹിതം. ഏകദേശം 30 വർഷത്തോളം പഴക്കമുള്ള തറവാട് വീടാണിത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മേൽക്കൂരയുടെ ഒരു ഭാഗത്ത് ചെറിയ കേടുപാടുകൾ കണ്ടതിനെ തുടർന്ന് അറ്റകുറ്റപ്പണി നടത്തി നന്നാക്കിയിരുന്നു. കഴിഞ്ഞ കാലവർഷ നാളുകളിൽ ചെറിയ ആശങ്കയുണ്ടായിരുന്നുവെങ്കിലും അതൊന്നുമില്ലാത്ത ഈയൊരു സമയത്ത് ഇങ്ങനെയൊരു തകർച്ച തെല്ലും പ്രതീക്ഷിച്ചിരുന്നില്ലെന്നാണ് വീട്ടുകാർ പറയുന്നത്. വിവരമറിഞ്ഞയുടൻ വാർഡ് കൗൺസിലർ ടി മുഹമ്മദ് കുഞ്ഞിയും പിന്നാലെ നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ടീച്ചറും വില്ലേജ് ഓഫീസറുമെല്ലാം സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.